ഹായ് ഗൈസ്, അപ്പൊ നമ്മള് 2024 എല്ലാ പേപ്പർ വ്യൂ ഞങ്ങൾ കഴിഞ്ഞങ്ങണ്ടിരിക്കണാണ്. അപ്പൊ നമ്മൾ വിചാരിച്ച് നമുക്ക് എല്ലാ പേപ്പർ വ്യൂസും ജസ്റ്റ് ഒന്ന് നൈസായിട്ട് ഒന്ന് റേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളൊരു ടിയർ ലിസ്റ്റ് ഉപയോഗിക്കുകയാണ് റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും ടോപ്പ് ആയിട്ട് വെച്ചേക്കുന്നത് ഇമോർട്ടൽ, പിന്നെ വാവ്, പിന്നെ മിഡ്, പിന്നെ നോട്ട് വർത്ത് ഇറ്റ്. അപ്പൊ ഇതേപോലത്തെ കിഡിലൻ വീഡിയോ ഐഡിയാസും കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ് പൊളിച്ചേക്ക്. ഞങ്ങൾക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റിന്റെ ആവശ്യം. നിങ്ങളുടെ ഒരു വിരല് കൊണ്ട് അമർത്തണ സബ്സ്ക്രൈബാണ് ഞങ്ങളുടെ ഓരോ സന്തോഷം. അപ്പൊ നിങ്ങൾ അതെങ്കിലും ചെയ്യ്. എല്ലാ പ്രാവശ്യവും കെഞ്ചനല്ലേ, ഒന്ന് ചെയ്തൂടെ? അപ്പൊ നമ്മള് ഫസ്റ്റ് ഈ കൊല്ലത്തെ ഫസ്റ്റ് പേപ്പർ തുടങ്ങിയത് ഏതാണെന്നറിയോ? നമ്മുടെ ഷോൺ സ്ട്രിക്ലൻഡും ഡുപ്ലസീസിന്റെ മെയിൻ ഇവന്റ്. എടാ നമ്മ ഇനി വീഡിയോ ചെയ്തല്ലേ? ഷോൺ സ്ട്രിക്ലൻഡ് ഡുപ്ലസീസ് നമ്മൾ 305 തൊട്ടാണ് തുടങ്ങിയത്. ഇത് 297. ശരിയാ. ഞാൻ ജസ്റ്റ് ഒന്ന് മെയിൻ ഇവന്റ് ഒക്കെ പറഞ്ഞുതരാം. ഷോൺ സ്ട്രിക്ലൻഡ് GDP, റക്കൽപ്പ്, നിൻറ്റൻ, മൈറ പൂയായിരുന്നു, നീൽ മാഗനി, മൈക്ക് മേലോട്ട്. ഇത് ഏത് ടിയറിൽ ഇടേണ്ടി വരും? എടാ നോട്ട് വർത്തിലോട്ട് ഇട്ടോ, വേറെ എക്സ്പ്ലനേഷൻ നോട്ട് വർത്തിലോട്ട് ഇട്ടോ. കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് ആ ഫൈറ്റിൽ ഉണ്ടായില്ല. മെയിൻ ഇവന്റ് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബാക്കി ഫൈറ്റിലൊക്കെ വെറുത്തിട്ട് പോലും അല്ല. അടുത്ത പോട്ടറാ. പിന്നെ രണ്ടാമത്തത് ടൊപ്പൂരിയൻ, അലക്സ് വോൾക്കനോസ്കി. ബാക്കി കാണിച്ചു കാണിച്ചേ. അതിന്റെ അകത്ത് റോബർട്ട് വിറ്റക്കർ, പൗളോ കോസ്റ്റ, ജെഫ്നിയിൽ മച്ചാഡോ ഗാരി, മെറാബ്, സെഹൂഡോ. ഇത് അത്യാവശ്യം നൈസായിരുന്നല്ല. നമുക്ക് മിഡ് ഉണ്ട്, വൗ ഉണ്ട് ഇതിന് പറ്റിയത്. ഇതൊരു വാവായിരിക്കും, ഉറപ്പായിട്ടൊരു വാവല്ലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. എന്തൊക്കെ ഫൈറ്റ് നടന്നാലും മെയിൻ ഇവന്റും അടിപൊളിയായില്ലെങ്കിൽ അതൊരു ഡൗൺ ആണ്, ലെഡ് ഡൗൺ ആണ്. ഡാന പോലെ പലവരും പറഞ്ഞിട്ടുണ്ട്. ഫിനിഷിങ് ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ആൾക്കാരുടെ മെമ്മറിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുമ്പോൾ മെയിൻ ഇവന്റ് ആണ് അങ്ങനെ റേഡിയേറ്റ് ചെയ്യണം. അപ്പൊ ആ മെയിൻ ഇവന്റ് ഗോട്ടഡ് അല്ലെങ്കിൽ ഷോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കാർഡിന്റെ ടിയർ ലിസ്റ്റ് എന്തായാലും കൂട്ടും. ഇതിനകത്ത് ഇവന്റ് ഷോക്കിംഗ് വേൾഡ് ആയിരുന്നു. അപ്പൊ എന്തായാലും വാവും. അതെ. പിന്നെ അടുത്തത് 299 നമ്മുടെ ഷോണോ മാലി, ചിറ്റോ വെറ, ഡസ്റ്റിൻ ബൊറിയർ, സാൻ ബെനെ, കെവിൻ ഹോളണ്ട്, പേജ്, ഗിൽബർട്ട് ബേൺസ്, ജാക്ക് മെഡൽ, JDM, പീറ്റർ യാൻ, സോങ്ങിയഡോ. ഇതൊരു ചെറിയ വൗവായിരുന്നു തോന്നുന്നില്ലേ? വൗവായിരുന്നു, പക്ഷെ മിഡിലിന്റെ കാര്യം. കാരണം ഇതേപോലത്തെ സിമിലർ കാർഡ്സ് കുറെ വരും ഇനി. അപ്പൊ കാരണം ഇസ്ലാംസിന്റെ ഒക്കെ ഫൈറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ കുറെ വൗവ് നിറഞ്ഞു നിൽക്കും. ശരിയാണ്. ഒരു വൗവും മിഡിന്റെ ഇടയിലായിരിക്കും. എനിക്ക് ചിലപ്പോ ഒരു ലോ വൗവ്, അപ്പർ മിഡ്, ആ ഒരു ടൈപ്പ് ആയിരിക്കും ഇതിലൊക്കെ. ഇത് 299. പിന്നെ നമ്മുടെ ലെജൻഡറി കാർഡ് UFC 300. അത് ഇമോർട്ടലിൽ കൊണ്ട് ഇട്ടോ, പറയുന്നും വേണ്ട. ഇമോർട്ടലിൽ ഇട്ടിട്ട് പറഞ്ഞാ മതി. ഡയറക്റ്റ് ആദ്യം ഇമോർട്ടലിൽ കൊണ്ടിടാല്ലേ? ഇമോർട്ടലിന്റെ പൊക്കത്തോണ്ട് ഇമോർട്ടലിൽ കൊണ്ട് ഇട്ടിട്ട് പറയാ നമുക്ക് ബാക്കി. ജസ്റ്റ് ഞാൻ ജസ്റ്റ് വായിക്കാം. അലക്സ് പെരേര, ജമഹാൽ, സാൻഡേലി, റിയാൻ സൈവന്, ജസ്റ്റിൻ ഗേച്ച്, മാക്സ് ഒളവെ, ചാൾസ് ഒലിവിയ, സാരൂഖ്യൻ, ബോനിക്കല്, കോടി. ഇതിന്റെ പ്രീലിംസും സീനാണ്. സ്റ്റെർലിംഗ് ഉണ്ട്, ഹോളി ഹോം, ഡിയഗോ ലോപ്പസ്. എന്റെ അമ്മ, ഇത് സീനായിരുന്നല്ലേ? എന്റെ അമ്മ എന്ത് ഫസ്റ്റ് കാർഡ്, ഫസ്റ്റ് ഫൈറ്റ് ഡേവിസ്. എടാ ഇതിനെ പറ്റി കൂടുതൽ പറയുന്നു വേണ്ട. കാരണം ഇതിനെ പറ്റി പറഞ്ഞ് ആൾക്കാർക്ക് മടുത്തു. നമുക്ക് ആ സമയത്ത് ചാനൽ ഉണ്ടായിരുന്നില്ല. എന്നാലും ദീപകപൂർവ്വം കവർ ചെയ്തിട്ടുണ്ടാവും. അത് മതി. ജയ് ബോലോ സബ് കുച്ച് സുന്ദർ ഹേ. പിന്നെ അടുത്ത ഫൈറ്റ് ഇതെപ്പോ നടന്നാവോ? 301 പൻഡോജ സ്റ്റീവർസ്, ജോസാൾഡോ മാർട്ടിനസ്, ആന്റണി സ്മിത്ത്, മിഷൽ പെരേര, പോൾ ക്രിഗ്. ഇത് നോട്ട് വർത്തിട്ട് കൊടുക്കാല്ലേ? അതിന്റെ അടിയിൽ വല്ലതും ഉണ്ടാ? അടിയില് മൗറിഷ്യോ റഫി, അതിന്റെ ഫൈറ്റിംഗ് മേറ്റ്സ് 11,
അതല്ല, നോട്ട് വർത്തിന്റെ അടിയിൽ വല്ലതും ഉണ്ടാന്ന്. നോട്ട് വർത്തിന്റെ അടിയിലില്ല. നമുക്ക് നോട്ട് വർത്തിന്റെ ഏറ്റവും അടിയിൽ കൊണ്ടിടാം, ഏറ്റവും ബാക്കി കൊണ്ടിടാം. ഇട്ടോ ഇട്ടോ ഇട്ടോ. പിന്നെ പിന്നെ നമ്മളെ മുത്ത് ഇസ്ലാം മക്കച്ചേവിന്റെ 302 ഡസ്റ്റിൻ നമ്മടെ അല്ല, എന്റെ മുത്ത്. എന്റെ മുത്ത് പോടാ. എടാ ഞാൻ ഇന്നുണ്ടേന്നല്ല, ഞാൻ പണ്ടോട്ട് അവൻ തോറ്റതിന് ശേഷം ഞാൻ അവന്റെ ഫാനായാണ്. താനിപ്പോ അവൻ ജസ്റ്റിൻ ബീബറിനെ തോപ്പിച്ചപ്പോഴല്ലേ ഫാനായത്? അല്ല, അപ്പൊ വേറെ ആർക്കും ഇസ്ലാമിന്റെ ഫാൻ ആവാൻ പാടില്ലേ? അങ്ങനെ പറഞ്ഞില്ല, നിനക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, വേറെ ആൾക്കാർ. അപ്പൊ എനിക്ക് ഇസ്ലാമിന്റെ ഫാൻ ആവാൻ പാടില്ലേ? എടാ ആവാം, പക്ഷെ ഞാൻ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വല്ല എട്ടിലുണ്ടെങ്കിൽ തൊട്ട് വയ്ക്കാ മതി. ശരി, എങ്കിൽ ഞാൻ ഇതിന്റെ ബാക്കി ഫൈറ്റൊക്കെ പറയാം. ഇസ്ലാം ഡസ്റ്റിൻ, ഷോൺ സ്ട്രിക്ലൻഡ്, പൗളോ കോസ്റ്റ, വിൻ ഹോളണ്ട്. ഇത് നൈസായി. അയ്യോ, ഇത് ഷോക്ക് വരുന്ന ആകെ മീനും കോമീനും ഉണ്ടായുള്ളൂ അതിനകത്ത്. പോട്ടെ, പക്ഷെ മെയിൻ കാർഡ് മാത്രം പോയേ. ഞാൻ പറയാം, ഇസ്ലാം ഡസ്റ്റിൻ ബീബർ മെയിൻ ഇവന്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫൈറ്റ്സ് ആയിരുന്നു. അതെ, ഭയങ്കര ത്രില്ലിംഗ് മൂവ്സ് ആയിരുന്നു. എന്താണ് അവസ്ഥയല്ലേ ഇത്? ഇത് അപ്പർ മിഡ് കൊടുത്തോ. പക്ഷെ നമ്മുടെ മെയിൻ ഇവന്റ് നൈസ് ആയിരുന്നില്ലേ? എന്നാലും വേണ്ട, അടിയിലോട്ട് വേറൊന്നുമില്ല. എനിക്കൊരു ലോവർ ബബുവെങ്കിലും കൊടുക്കാം. അങ്കി ആവൂട്ടോ, ലോവർ ബബു ഇടാൻ പറ്റിയ ടൈപ്പാണ്. പിന്നെ നമ്മളെ പോത്താൻ 303 അലക്സ് പെരേര. നിക്ക് വെയിറ്റ് ചെയ്ത് നോക്കിയേ. കോമേൻ മറ്റേ 3 അവർ നോട്ടീസ്, ഡാനിഗെ, ഡിയേഗോ ലോപ്പസ്, ആന്റണി സ്മിത്ത്, റോമൻ, മൈറ ബുയേനോ, ഗാരി, മൈക്കിൾ വെനംപേജ്. പക്ഷെ ഇത് വൗവൊന്നും ഇടാൻ പറ്റില്ലല്ലോ. പിന്നെ ഇസ്ലാമിന്റെ ഫൈറ്റ് ഔട്ടെങ്കിൽ ഇത് കിട്ടാൽ ഇതിന്റെ മെയിൻ ഇവന്റ് കാരണം ഈ ഇസ്ലാമിന്റെ ഔട്ട് ഏറ്റവും വലിയ സ്റ്റാറായ അലക്സ് പെരേര നിനക്ക് ഔടാൻ പറ്റിയില്ലേ? അപ്പൊ ഇസ്ലാമിന്റെ പൊക്കത്ത് വരുമോ അല്ലെങ്കിൽ താഴത്ത് വരുമോ? ഇസ്ലാമിന്റെ പൊക്കത്തേ വരുള്ളൂ. അപ്പൊ ഇസ്ലാമിന്റെ പൊക്കത്ത് ചാൻസ്. ശരിയാണ്. പിന്നെ നമ്മുടെ 304 ദൈവമേ, തലകുത്തി വീഴ്ത്തിയ ഫൈറ്റ്. ലിയോൺ എഡ്വേർഡ്സ്, ബെലാല്, തോമസ്. ഇത് വൗവാണ്, ഇത് കോമഡിയിലും സീനായിരുന്നു. ഇത് വൗവാണ്, അടിയിലോട്ട് ബോബി ഗ്രീൻ, പാഡി. ഇത് വൗവാടാ, ഇത് വൗവാണ്. ഇത് എവിടെ ഇടും? ഇതിന്റെ പൊക്കത്തിടും. ഫസ്റ്റിന്റെ കഴിഞ്ഞിട്ടുള്ള വോൾക്കനോസ്കിയുടെ താഴെ, വോൾക്കനോസ്കിയുടെ പൂരയുടെ താഴെ വരുമായിരിക്കും. പിന്നെ ഈ ഫൈറ്റ് കാർഡിലാണ് നമ്മുടെ ചാനൽ തുടങ്ങിയത്. ചാനലിൽ ഡെബ്യൂട്ട് ഇതിലായിരുന്നു DDP അടസാൻജ. ഇതിന്റെ ഫസ്റ്റ് DDP അടസാന, കൈക്കാറ സ്റ്റീവർസ്, ഡാൻ ഹുക്കർ, ഗാംറോട്ട്, കാർലോസ് പ്രാത്തസ്, ജൂനിയർ ടാഫ. ഇത് ചെലപ്പോ പൊക്കത്ത് വരുമോ വോൾക്കനോസ്കിയുടെ? പൊക്കത്ത് വരും ചിലപ്പോ. കാരണം കൊറേ കിട്ടില്ല. നമ്മുടെ ചാനൽ തുടങ്ങിയല്ലേ, കുറച്ചിരിക്കട്ടെ. അതെ, ശരിയാണ്. നമ്മള് ചെറിയൊരു ബയാസ് ഉണ്ട് അതിനകത്ത്. പിന്നെ നമ്മുടെ നോച്ചെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഫൈറ്റ് കാർഡ്, ഷോണോമാലി, മെറാബ്. നോച്ച ഓൾറെഡി പോവാടാ. നോച്ച മോർട്ടല് പോകും, നമുക്ക് നോക്കാം. നോച്ച ബൈ ഡീഫോൾട്ട് പോവാണ്, അതിന്റെ പ്രസന്റേഷൻ കൊണ്ട് മാത്രം. അടിപൊളിയായിരുന്നു. ഡിയേഗോ ലോപ്പസ് ഓർട്ടേഗ, മെക്സിക്കൻ സെൽഹൂബർ, ഈ ഫൈറ്റ് ഓർമ്മയില്ലേ? മറ്റേ കിട്ടിങ് ഫൈറ്റ്. ഞാൻ കാര്യം പറയട്ടെ, 303 നോച്ച വൗവാണ്. കാരണം ഇല്ലേ, വിഷ്വൽ അത്ര രക്ഷ ഉണ്ടായില്ല. എല്ലാ ലെവലും കൂടി ആഡ് ചെയ്യുമ്പോ വൗവാണ് സെക്കൻഡ്. ഞാനൊരു ആർഗ്യുമെന്റ് ഇമോർട്ടലിനുള്ള ആർഗ്യുമെന്റ് ഇമോർട്ടൽ ഇടാൻ പറ്റുമല്ലോ ഇത്. എന്തൊക്കെയാണ് ഞാൻ പറയണ? ഞാൻ മോർട്ടൽ എന്നാ ഉദ്ദേശിച്ചത്.
ഒരു മറ്റേ 300 തൊട്ട് താഴെ ആ ഒരു രീതിയിൽ കൊടുക്കാം. ആ 300 ഒന്നും വെട്ടിക്കൂല മോനെ, നീ അത് കുറച്ച് പാടുപെടും. പിന്നെ ഈ അലക്സ് പെരേര ഇടക്കിടക്ക് ഉണ്ടല്ലോ, ഇയാള് എന്താണല്ലോ ഇടക്കിടക്ക് തന്നെ ഉണ്ടല്ലോ. ഖലീല്, റക്കേൽ പിന്നെ മിഡിലോട്ട് പോയിക്കോട്ടെ. ഇത് മിഡായിരിക്കും അല്ലേ? മിഡ്. കാരണം എനിക്കൊന്ന് ആ ഫീലിംഗ് ഒരു എന്താ സംഭവിച്ചേ, ഖലീല് നൈസായിട്ട് ഫൈറ്റ് ചെയ്ത് മെയിൻ ഇവന്റ് നൈസായിരുന്നു. എനിക്ക് അപ്പർ മിഡ് ഇടാൻ പറ്റുമായിരിക്കും അല്ലേ? അപ്പർ മിഡ് ഇടണോ അല്ലെങ്കിൽ ലോവർ ബബ് ആയിരിക്കും? സെക്കൻഡ് ഇട്ടോ, സെക്കൻഡ് മിഡ് ഇട്ടോ, സെക്കൻഡ് ഫസ്റ്റ് മിഡ് ആയിട്ടോ, എനിക്കറിയാം ഫസ്റ്റ് മിഡ് ഇട്ടോ. ഈ ഷോണോമാലി ചിറ്റോ പറയുന്നതിനും പൊക്കത്തിടാൻ പറ്റും. പിന്നെ അടുത്തൊരു ഇമോർട്ടൽ ടൈപ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, 308. ഓ മാൻ, കാർഡ് ബൈ ഡീഫോൾട്ട് പോവാണ്, എന്നാലും പോട്ടെ. ഇമോർട്ടൽ പോട്ടെ, എനിക്കിതൊന്നും കാണണ്ട. ഐ ഡോണ്ട് നീഡ് ടു സീ എനിമോർ. ഷാറയുടെ ഡബിൾ ബാക്ക് ഫിസ്റ്റ് ഒക്കെ ഓർമ്മയില്ലേ? ഇത് ഇമോർട്ടലാണ്. ഇത് എന്ത് ബയസ്ഡ് ആണെന്ന് ആര് പറഞ്ഞാലും ഇമോർട്ടലാണ്, ഒന്നും പറയാനില്ല. ഞാൻ ചോദിക്കട്ടെ, ഇമോർട്ടല് മറ്റേ ഒറോൾ ബായിയുടെ അത് കാണിക്ക്. ഇത് ഒറോൾ ബായിയുടെ ദിവനല്ലേ? വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ് ആയിരുന്നു എന്റെ പൊന്നോ. അബൂസിന്റെ ഫൈറ്റ് അടിപൊളിയായിരുന്നു. ഇതെല്ലാം ഫസ്റ്റ് വരെ ചലഞ്ച് ചെയ്യാനുള്ള ഇതുവരെ ഉണ്ട്. ഞാൻ പറയട്ടെ, എനിക്ക് നമ്മൾ 300 എന്താണ് 300 മാക്സ് 300 ഫിനിഷിങ് എനിക്ക് 300 ഇരിക്കണടാ. സെക്കൻഡ് കൊടുത്തു. ഇത് സെക്കൻഡ് വെക്കാല്ലേ, 300 തൊട്ട് താഴെ വെക്കാൻ പറ്റും. പിന്നെ ഗോട്ട് ഇസ് കമ്മിങ് 309. ജോൺ സ്റ്റീപ്പെ, ചാൾസ് ഒലിവേര ചാൻഡലർ, ബോനിക്കൽ പോൾ ക്രേഗ്. ചാൾസിന്റെ ഒക്കെ ഫൈറ്റ് നൈസ് ആയിരുന്നു. എടാ ഇതൊരു വവ്വിനകത്തൊരു ഫോർത്ത് പോട്ടെ, ഫോർത്താത്തടാ. പക്ഷെ ഇത് ജോൺസ്, ചാൾസ് ഒലിവേര, ബോനിക്കൽ ഇവരായിരുന്നു ഫ്രണ്ടില്. ഫൈറ്റ് അടിപൊളിയായിരുന്നു. അത് ഞാൻ പറയാടാ, അത് ബാവ് ഉണ്ട്. ജോൺസിന് കുറച്ചും കൂടി പൊക്കത്ത് വരില്ലേ? നമ്മളൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. ശരിയാടാ, കൊറേ വാല്യൂ ഉണ്ട്. ഫിനിഷൊക്കെ അടിപൊളിയായിരുന്നു. അവിടെ കിടന്നോട്ടെ. ഇതിന് പൊക്കത്തിടാം, ബിലാൽ ലിയോണിന്റെ പൊക്കത്തിടാൻ പറ്റും, തോമസ് നമ്മളല്ല, എന്താടാ നീയാ തീന. പിന്നെ ലാസ്റ്റ് പേപ്പർ വ്യൂ ഓഫ് 2024 ഇത് എനിക്ക് മിഡ് ഞാൻ പറഞ്ഞു, കാരണം ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അവിടെ വെച്ചോ നിർത്തിയപ്പോ തൊട്ടോക്കത്തോട്ടേ. ഈ രണ്ട് സാധനത്തിന് ഞാൻ എക്സ്ട്രീംലി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഒന്ന്, ഷൗക്കത്ത് യങ്കാരി ഫൈറ്റ് ചെയ്യാൻ വിചാരിച്ച പോലെ ഒന്നും വന്നില്ല. ഷൗക്കത്തിനേക്ക് യങ്കാരി ടേക്കൊണ്ട് കണ്ടപ്പോ എന്റെ കിളി പോയി. സ്ട്രൈക്കറായിട്ട് അറിയപ്പെടുന്ന ഷൗക്കത്ത് യങ്കാരി. അപ്പൊ പിന്നെ അത് മാത്രമല്ല, ഷൗക്കത്ത് കുറഞ്ഞ KG പോയി ഹോൾഡ് ചെയ്ത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഗെയിൻ ഫൈറ്റ് കൊടുക്കത്തെ റോബറി പോലെ ഫീൽ ചെയ്ത്. പാൻഡജ ഫൈറ്റ് മീനിലാണ്. അതുകൊണ്ട് അതൊരു മിഡിനകത്ത് ഫസ്റ്റ് കൊടുത്തു. മിഡ് നോക്കട്ടെ, മിഡിൽ ലിസ്റ്റ് കാണിച്ചേ. മിഡില് നോക്കുമ്പോ ഷീറ്റോയും ചീറ്റോയുടെ പൊക്കത്താണ് അലക്സ് പെരേര കഴിഞ്ഞിട്ട്. ഇത് പെർഫെക്റ്റ് ലിസ്റ്റ് ആണ്. ഈ ലിസ്റ്റ് കൊള്ളാം. ഈ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാരോട് ചോദിച്ചോ യോജിക്കണുണ്ടാന്ന് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ. ഇതിപ്പോ നോക്കിയ പോളുണ്ട്. ഇത് കൊള്ളാം. ലാസ്റ്റ് കിടക്കണതാരെന്നറിയോ? പൻഡോജയും മെർസക്കും. ഫസ്റ്റ് കിടക്കണത് UFC 300. ഇതിലെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വരുത്താൻ താല്പര്യമുണ്ടാ? ഇതില് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആകെ ഒരു സെഗ്മെന്റ് കൊള്ളാം. നമുക്ക് ഇനി ഇതേപോലെ ഇനി ബെസ്റ്റ് കെയോസും ബെസ്റ്റ് ഫൈറ്റ്സും ഒക്കെ ചെയ്യാം പയ്യെ. ബെസ്റ്റ് ഫൈറ്റ് റെസ്പോൺസ് നോക്കട്ടെ. അതെ, ഇതുപോലത്തെ ടിയർ ലിസ്റ്റ് നമുക്ക് കുറച്ച് ടോപ്പിക്സ് പോലെ ഫൈറ്റേഴ്സിന്റെ ടിയർ ലിസ്റ്റ് ആണെങ്കിലും ഈ കൊല്ലത്ത് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മള് നൈസായിട്ട്. പക്ഷെ എനിക്ക് ഒറ്റ പ്രശ്നം ഉണ്ട് കേട്ടോ, ഇസ്ലാം പുറിയർ വേണമെങ്കിൽ കുറച്ചും കൂടി പൊക്കത്തിടാൻ പറ്റൂലേ? പക്ഷെ നീ എന്തിനെ മാറ്റും?
അതാണ് പ്രശ്നം, മനസ്സിലായ? DDP അടസാനി നല്ലായിരുന്നു, ബോൾക്ക് ഒരു സീനായിരുന്നു. ജോൺസ് മിയോച്ചിന്റെ ഫിനിഷിംഗ് കണ്ടു, പക്ഷെ ജോൺസ് മിയോച്ചിന് കുറച്ച് ബെറ്റർ പോലെ ചിലപ്പോ പറയാം. പിന്നെ മാറ്റിയിട്ട് ഇസ്ലാമിനെയും ടെസ്റ്റ് എടുത്തിട്ട് ശരിയായില്ലേ? ഇതിപ്പോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇതിപ്പോ കുറച്ചും കൂടി നൈസ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ അവസാനമായിട്ടൊരു കാര്യം പറയാനാണ് കേട്ടാ ഗൈസ്, ഇത് ടെസ്റ്റ് ഗൈസ്. അപ്പൊ കുറെ നാളെ മുമ്പ് നമ്മൊരു വീഡിയോ ചെയ്തായിരുന്നു, കബീബ് ഗോട്ടാണെന്നൊക്കെ ചോദിച്ചു ഇഷ്യൂ ഒക്കെ ആയിരുന്നു ഗൈസ്. കബീബ് ഒരിക്കലും ഇപ്പൊ ചെയ്തേക്കണ വെച്ച് ഗോട്ടല്ല. പക്ഷെ ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ചില്ലേ, കബീബ് കണ്ടിന്യൂസ് ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അയാൾ എന്തായാലും ഗോട്ടായാനെ. അയാളെ തോപ്പിക്കാൻ ആരുമില്ല. 155 അയാളെ തോപ്പിക്കാൻ ആകെ ചാൻസ് ഉള്ള ഇസ്ലാമാണ്. ഇസ്ലാം കൈ പോകുമെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. അവർ തമ്മിൽ ഒരിക്കലും ഫൈറ്റ് ചെയ്യില്ല. കബീബ് ഇപ്പൊ ഫൈറ്റ് ചെയ്തെങ്കിൽ ഇപ്പോഴും കബീബ് നിന്നാനെ. കബീബ് ഇപ്പോഴും ഒരു 5 ഫൈറ്റ് 6 ഫൈറ്റ് കബീബിനെ ഗോട്ടാക്കി എല്ലാരും പ്രഖ്യാപിച്ചാനെ. ആ പോയത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര നഷ്ടമായി പോയി. കാരണം കബീബ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ MMA ഫാൻ ബേസ് ഇരട്ടി സ്പീഡിൽ ഗ്രോ ചെയ്തന്നെ. ഞങ്ങളുടെ ചാനൽ വളർന്നാനെ, കുറെ എൻഗേജ്മെന്റ് ബ്ലെസ്സിങ് ആയി പോയനെ. എനിക്കത് മനസ്സിലാവും. കബീബിനെ വീട്ടുകാർക്ക് വേണ്ടിയാ പോയെന്ന് മനസ്സിലാക്കാം. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവന്റെ വീട്ടില് ഒരാളാണ് അവനെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ ഒരു ചേട്ടനുണ്ട് 2 വയസ്സ് മൂത്ത മഹമ്മദ് എന്ന് പറഞ്ഞ. അപ്പൊ പുള്ളി വീട്ടിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ മതി. പിന്നെ കബീബിന്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ കസിൻസ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. രാജസ്ഥാനിലെ ഏറ്റവും സേഫസ്റ്റ് ഫാമിലിയാണ്. അപ്പൊ ആ കബീബിന് ഒരു 5 കൊല്ലം കൂടി കൊടുത്ത് ബാക്കി 37 വയസ്സ് തുടങ്ങി 60 വയസ്സ് വരെ ഫാമിലിക്ക് വേണ്ടി ജീവിക്കാറുന്നതാണ് എന്റെ ഒരു വിഷമമാണ്. അത് എന്റെ ഒരു ദീർഘമായ വിഷമം ഞാൻ പറഞ്ഞു തീർത്തിട്ടില്ല. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലൈഫ് ഫൈറ്റ് ഓഫ് ഓൾ ടൈം ആണ്. പിന്നെ ഫൈറ്റ് ചെയ്തെങ്കിൽ ഓട്ടുവായനെ. MMA എവരിവൺ വിൽ ട്രൂലി മിസ് കബീബ്. ഭയങ്കര നഷ്ടവുമായി പോയി. പെട്ടെന്നൊരു ട്രിഗർഡായതെന്താണ്? പെട്ടെന്ന് കബീബ് ഗോട്ടിൽ കയറിയത് എന്താണ്? എനിക്ക് കബീബിന്റെ കുറച്ച് കാര്യം ഓർത്ത് ഭയങ്കര വിഷമമായി പോയി. പുള്ളിയുടെ ഹാർഡ് വർക്കിംഗ് കാര്യങ്ങളും കോച്ചിങ്ങിന് വേണ്ടി ചെയ്യണതും ഒക്കെ കണ്ടിട്ടും ഞാനപ്പോ ഇരുന്നിങ്ങനെ ആലോചിക്കണേ, ഇന്ന് എന്തുണ്ടാച്ചെങ്കിൽ എന്തായാലും അയാൾ ആരും തോപ്പിക്കാൻ പോണില്ല. അയാൾ ഉണ്ടാച്ചെങ്കിൽ ഇസ്ലാം 170 പോയാനെ, അല്ലെങ്കിൽ അയാള് പോയാന്. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മള് ഇനി ഇങ്ങനത്തെ ഇതേപോലത്തെ കുറച്ച് ടിയർ ലിസ്റ്റും അങ്ങനെ ഇയർ റാപ്പപ്പ് ചെയ്യണ കുറച്ച് സാധനങ്ങളൊക്കെ പ്ലാനിലുണ്ട്, പൈപ്പ് ലൈനിലാണ്. അപ്പൊ അതുപോലെ കുറച്ച് സജഷൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന്